ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനുജത്തി നിനക്കായി എന്ന വൈഖായി പീസ് നോവലിൻ്റെ തുടർച്ചയാണ്. അതിൻ്റെ 11ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ നോവലിലേക്ക് പോയാലോ. ഇമകൾ ചിമ്മി കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വൈക വിളി കേട്ടു. ജീവനുണ്ട്, ബോധമുണ്ട്. അമ്പരപ്പോടെ കൂടി നിന്നവർ പറഞ്ഞു. വണ്ടിയുടെ കിടപ്പ് കണ്ടാലങ്ങനെ തോന്നില്ല. പിടിക്ക്, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാം. 1-2 പേര് വൈകിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഇടിച്ച വണ്ടി നിർത്താതെ പാഞ്ഞുപോയി. വിവരം നമുക്ക് പോലീസിലും അറിയിച്ചേക്കാം. ഒരാൾ പോലീസിനെ അറിയിക്കാനുള്ള നമ്പർ മൊബൈലിൽ തിരഞ്ഞു. അപ്പോഴേക്കും 3-4 പേര് ചേർന്ന് വൈകിയെ മറ്റൊരു കാറിലേക്ക് മാറ്റി. കാറ് പാഞ്ഞു. മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ വൈകിയെ എത്തിച്ചതോടെ ദ്രുതഗതിയിൽ പരിശോധനകൾ ആരംഭിച്ചു. സ്കാനിംഗ് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടത്തി. SP വിൽസൺ തോമസും CI ഗോപകുമാറും ഇതിനോടകം പാഞ്ഞെത്തിക്കഴിഞ്ഞിരുന്നു. ചെറിയ ഒരു ഹെഡ് ഇഞ്ചുറി, സീരിയസ് അല്ല സർ, ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, സ്റ്റിച്ചിട്ടാൽ മതി. വൈകിയെ പരിശോധിച്ച് ഡോക്ടർ മഹേഷ് SP പറഞ്ഞു. പക്ഷെ കയ്യിലെ മുറിവൽപ്പം ഡീപ്പാണ്. ഫ്രാക്ചർ ഒന്നുമില്ലല്ലോ? ഇല്ല, താങ്ക് ഗോഡ്, SP പറഞ്ഞു. വണ്ടിയുടെ അവസ്ഥ കണ്ടാൽ അതിനുള്ളിൽ ആരെങ്കിലും ജീവനോടെ ശേഷിച്ചതായി വിശ്വസിക്കാൻ പറ്റില്ലെന്ന സംഭവസ്ഥലത്ത് നിന്നവർ പറഞ്ഞത്. CI ഗോപകുമാർ പറഞ്ഞു. സൈഡിൽ കിടന്ന കാറിൻ്റെ പിന്നിലേക്ക് ഒരു കറുത്ത സ്കോർപിയോ ഇടിച്ചു കയറുകയായിരുന്നു അത്രേ. എന്നിട്ട് നിർത്താതെ പാഞ്ഞുപോയി. കറുത്ത സ്കോർപിയോ. SP മുഖം ചുളിഞ്ഞു. നോ ഡൗട്ട് മർഡർ അറ്റംപ്റ്റ് തന്നെ. മുമ്പും ഇതേ വണ്ടി വൈകിയുടെ ജീവനെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ യഥാർത്ഥ പ്രതികളുടെ കയ്യെത്തും ദൂരത്തു തന്നെ എത്തിക്കഴിഞ്ഞു എന്നതിൻ്റെ സൂചന കൂടിയല്ലേ സാർ ഈ പ്രത്യാക്രമണം? ഷുവർ, SP പറഞ്ഞു. എൻ്റെ കൃഷ്ണ, എൻ്റെ കുഞ്ഞിനെന്താ പറ്റിയത്? നിലവിളിയോടെയാണ് ദേവികയും ഈശ്വരിയും എത്തിയത്. അവർക്കൊപ്പം കാർത്തിക ഉണ്ടായിരുന്നു. സർ, വൈകിക്ക് പരിഭ്രമം നിറഞ്ഞ മിഴികളോടെ കാർത്തിക് SP മുമ്പിൽ നിന്നു. അവൻ്റെ നെഞ്ചിലുള്ള പിടപ്പ് അത് പൂർണ്ണമായി മനസ്സിലാക്കി SP സാന്ത്വനിപ്പിക്കാൻ എന്നവണ്ണം മെല്ലെ അവൻ്റെ തോളത്ത് തട്ടി. ഡോണ്ട് വറി മിസ്റ്റർ കാർത്തിക്, വൈകിക്ക് നിസാര പരിക്കുകളേ ഉള്ളൂ. സർ, ആരാണ് അവളെ? കാർത്തികിന് ഹൃദയം വിങ്ങി. പോലീസിലുള്ളവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ടോ? നെവർ മൈൻഡ്, ഇവിടെ ഇപ്പോൾ വൈകിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, SP പറഞ്ഞു. ആശ്വസിക്കാനായില്ല കാർത്തികിന്. ദേവികയും ഈശ്വരിയും അവൻ്റെ ഒപ്പം നീറിപ്പിടിച്ചു നിന്നു. മണിക്കൂറിന് ശേഷമാണ് വൈകിയെ പേവാർഡ് സ്പെഷ്യൽ റൂമിലേക്ക് മാറ്റിയത്. അവൾക്കപ്പോൾ പൂർണ്ണ ബോധമുണ്ടായിരുന്നു. റൂമിൽ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു SP-യും CI-യും. വൈക, എങ്ങനെയായിരുന്നു സംഭവം? വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ട് മൊബൈലിൽ സംസാരിക്കുകയായിരുന്നു സർ, വൈക പറഞ്ഞു. സംസാരം തീർന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ റിയർവ്യൂ മിററിൽ കണ്ടു ആ സ്കോർപിയോയുടെ വരവ്. ലക്ഷ്യം ഞാനാണെന്ന് അറിഞ്ഞു. യെസ്, പെട്ടെന്ന് ഞാൻ വണ്ടി നീക്കിയത് കൊണ്ട് അവരുടെ കാൽക്കുലേഷനിൽ ഒരു 5-6 അടി ഞാൻ മുമ്പോട്ട് പോയി. എന്നിട്ടും ആ അടിയുടെ ആഘാതത്തിൽ വണ്ടിയുടെ പിൻഭാഗം കരിങ്കൽ ഭിത്തിയിലേക്ക് ആഞ്ഞു തട്ടിയാൽ തകർന്നു. പെട്ടെന്ന് തലയിൽ എന്തോ തട്ടി കണ്ണുകളിൽ ഇരുട്ട് പടർന്നു. മരിക്കുകയായിരുന്നു എന്ന് തോന്നിയപ്പോൾ വൈക പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. വണ്ടിയുടെ നമ്പർ തനിക്ക് ഓർമ്മയുണ്ടോ? അതൊരു മിന്നൽ ആക്രമണമായിരുന്നു സർ. നമ്പർ ശ്രദ്ധിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല സർ, അവൾ പറഞ്ഞു. അന്വേഷിച്ചു എന്നാൽ അത് വ്യാജ നമ്പറായിരിക്കും. ശരിയാണ് മാഡം, ആ സ്കോർപിയോ ചിങ്ങവനത്തിനപ്പുറത്ത് വെച്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, CI പറഞ്ഞു. നമ്പർ വ്യാജം തന്നെ. അതിനുള്ളിൽ ഡ്രൈവറും ഇല്ല, യാത്രക്കാരുമില്ല. നെവർ മൈൻഡ് വൈക, അവൻ നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് വീണു തരും, SP പറഞ്ഞു. സർ, എനിക്ക് സംശയം ആ കൈലാത്ത റോയിച്ചാക്കയാണ്, CI പറഞ്ഞു. മാഡം, കഴിഞ്ഞ ദിവസം അവരുടെ എസ്റ്റേറ്റിൽ ചെന്നതിൻ്റെ പ്രത്യാക്രമണമാണിത്. നോക്കാം. SP മുഖത്തും ഗൗരവം നിറഞ്ഞു. അദ്ദേഹം വൈകിയുടെ മുഖത്തെ ചുളിവിലേക്ക് നോക്കി. വേദന അനുഭവിക്കുന്ന മുഖം. എന്താ, വേദനിക്കുന്നുണ്ടോ? തല വിൻഡോ ഗ്ലാസ്സിൽ ശക്തമായി തട്ടിയതുകൊണ്ടാവും
ആകെ ഒരു മന്ദത, ഒരു വലിച്ചിലും. റെസ്റ്റ് എടുക്കണോ, എല്ലാം ശരിയാവും സർ. എസ് പിയും സി എയും പോയതോടെ ദേവികയും ഈശ്വരിയും കാർത്തിയും അവളെ പൊതിഞ്ഞു. വൈകി നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അവളുടെ കയ്യിൽ മൃദുവായി പിടിച്ച് ഉള്ളിലെ ആന്തൽ മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് കാർത്തിക് പറഞ്ഞു. പക്ഷെ അവളുടെ നെഞ്ചിടിപ്പിന്റെ വേഗത അവൾ തൻ്റെ കൈത്തണ്ടയിൽ അറിഞ്ഞു. അങ്ങനെ പെട്ടെന്നൊന്നും എനിക്കൊന്നും സംഭവിക്കില്ല കാർത്തിക്, അവൾ പറഞ്ഞു. കൃഷ്ണൻ എൻ്റെ കുട്ടിയെ കാത്തു, ഈശ്വരി പറഞ്ഞു. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. അവളുടെ മുറിവ് പറ്റിയ കൈത്തണ്ടയിൽ മെല്ലെ മെല്ലെ തലോടിക്കൊണ്ട് കരയുകയായിരുന്നു ദേവിക, ശബ്ദമില്ലാതെ. ഹാളിലെ ഫോൺ തുടരെ തുടരെ മുഴങ്ങുന്നത് കേട്ടാണ് ശോഭ കിച്ചണിൽ നിന്നും വന്നത്. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. അമ്മേ, ഞാനമ്മേ, അമ്മയുടെ കാർത്തിക്. മകൻ്റെ ശബ്ദം കേട്ട് ആഹ്ലാദത്തോടെ ശോഭ ചോദിച്ചു. എന്താ മോനെ ഈ സമയത്ത്? നീ ഓഫീസിലല്ലേ? അല്ലമ്മേ, ഹോസ്പിറ്റലാ, മെഡിക്കൽ കോളേജിൽ, കാർത്തിക് പറഞ്ഞു. അയ്യോ എൻ്റെ ഈശ്വര, എൻ്റെ മോനെന്നാ പറ്റിയേ? ശോഭ ഒരു കരച്ചിലേക്ക് മാറുന്ന ഘട്ടത്തിൽ കാർത്തിക് ധൃതിയിൽ പറഞ്ഞു. എനിക്കൊന്നും പറ്റിയില്ലമ്മേ. പിന്നെ നീ എന്തിനാ മെഡിക്കൽ കോളേജിൽ പോയത്? ആരാ ഹോസ്പിറ്റലിൽ? ഒരു ആക്സിഡൻറ്റ്, എൻ്റെ ഈശ്വര. ശോഭ നെഞ്ചത്ത് കൈവച്ചു. എന്നിട്ട് മോൾക്ക് വല്ലതും പറ്റിയോടാ? ദൈവം രക്ഷിച്ചു, അതുകൊണ്ട് സീരിയസ് ആയി ഒന്നുമില്ല. നടന്ന സംഭവങ്ങൾ അതേപടി കാർത്തിക് വിവരിച്ചു. ഇഞ്ചക്ഷനുണ്ട് 2 തരം, നല്ല റെസ്റ്റും വേണം. 4-5 ദിവസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വരും. അത് കഴിഞ്ഞാൽ പോകാം, അവൻ പറഞ്ഞു. നിന്റെ അച്ഛൻ വരട്ടെ മോനെ, ഞാൻ വിവരം പറയാം. ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വരാം. എനിക്ക് മോളെ ഒന്ന് കാണാൻ കൊതിയാവുകയാണ്, ശോഭ പറഞ്ഞു. അമ്മയുടെ സങ്കടവും വാക്കുകളും. അമ്മ എന്തു പറഞ്ഞു? ഫോൺ ചെയ്ത ശേഷം വരാന്തയിൽ നിന്ന് റൂമിലേക്ക് കയറി വന്ന കാർത്തികിനോട് വൈകി ചോദിച്ചു. അമ്മയ്ക്ക് സങ്കടമായി. കേട്ടപ്പോഴേ ഓടി വരാൻ അമ്മയ്ക്ക് പറ്റില്ലല്ലോ. അച്ഛനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരാനാണ് സാധ്യത, കാർത്തിക് പറഞ്ഞു. വാശിയും പിണക്കമൊക്കെ തീരാൻ എനിക്കുണ്ടായി ഈ അപകടം നിമിത്തമാണെങ്കിൽ അത് നല്ലതല്ലേ? വൈക മൃദുവായി പുഞ്ചിരിച്ചു. അതെ, നല്ലതാണ്, കാർത്തികും പ്രതീക്ഷിച്ചു. അപകട വിവരം അറിയുമ്പോൾ അച്ഛൻ വാശി മറക്കും, അമ്മയെയും കൂട്ടി വരും. മീതു, ഹോസ്പിറ്റലിനുള്ളിൽ മിത്രയുടെ ബെഡിനോട് ചേർന്നിരിക്കുന്ന കസേരയിൽ ഷാനു ഇരുന്നു. അവൻ്റെ വലതുകരത്തിൽ മിത്രയുടെ വലതുകരമുണ്ടായിരുന്നു. അവൻ്റെ അരുമയായ തഴുകലിന് വിധേയയായി ഇരിക്കുകയാണ് മിത്ര. താൻ ഗർഭിണിയാണെന്ന് ഷാനുവിൻ്റെ വെളിപ്പെടുത്തലൊക്കെ അവൾ മറന്നു കഴിഞ്ഞിരുന്നു. ഹോസ്പിറ്റൽ ഡ്രസ്സ് തന്നെയാണ് ഇപ്പോഴും അവളുടെ വേഷം. പാദങ്ങളിലെ കെട്ടുകൾ അഴിച്ചിട്ടില്ല. പ്രണയാതുരമായിരുന്നു അവളുടെ മനസ്സ്. കാതരയായി അവനെ തന്നെ അവൾ നോക്കിയിരുന്നു. മെല്ലെ അവൾ പറഞ്ഞു. നിനക്കൊരുപാട് മാറ്റമുണ്ട് ഷാ. എന്തു മാറ്റം? ഷാനു അവളുടെ മുഖത്തേക്ക് നോക്കി മന്ദഹസിച്ചു. റോസാദളം പോലെ മൃദുലമായ അവളുടെ കഴുത്തിൽ ചൂണ്ടുവിരൽ കൊണ്ട് മെല്ലെ തട്ടിക്കൊണ്ടാണ് അവൻ്റെ ചോദ്യം. ഇതുതന്നെ, അവൾ പറഞ്ഞു. ഈ സ്വാതന്ത്ര്യം. എന്ത് സ്വാതന്ത്ര്യം? ഇങ്ങനെ എൻ്റെ കയ്യിൽ പിടിക്കുക, കഴുത്തിൽ തൊടുക. അവൾ മന്ദഹസിച്ചു. കൺകോണുകളാൽ അവനെ നോക്കി. മാറിയിരുന്ന് എന്നും എന്നെ നോക്കുകയല്ലാതെ ഒന്ന് തൊടാൻ പോലും വിരൽ നീട്ടുകയില്ലായിരുന്നു നീ, അവൾ പറഞ്ഞു. പക്ഷെ ഞാൻ തൊട്ടു. നീ ബോധം കെട്ട് കിടന്നപ്പോൾ ഒരുപാട് തവണ. അതോടെ സങ്കോചം വിട്ടു. പിന്നെന്താ? ഷാനു പുഞ്ചിരിച്ചു. അല്ലെങ്കിൽ ഞാൻ മുമ്പത്തെ പോലെ അത്ര ഭീരുവല്ല ഇപ്പോൾ. എനിക്ക് നിൻ്റെ ആ ഭീരത്വം ഇഷ്ടമായിരുന്നടാ. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും ട്രെയിനിൽ വെച്ചും അടുത്തു വരാതെ മാറി നിന്നുള്ള നിൻ്റെ നോട്ടം, പുഞ്ചിരി, അഥവാ അടുത്തു വന്നാലും ഒന്ന് ചേർന്നിരിക്കാനോ സംസാരിക്കാനോ മടിക്കുന്ന പെരുമാറ്റം, അതൊക്കെ ഓർത്തോർത്ത് ഞാൻ ചിരിക്കുമായിരുന്നു. പക്ഷെ എല്ലാ പെണ്ണിനും ഇഷ്ടം ആണിൻ്റെ ധൈര്യവും പൗരുഷവുമാണല്ലോ. ശരിയല്ലേ മീതു? ഷാനു ചോദിച്ചു. എനിക്കും അതെ. പക്ഷെ ഞാൻ സ്നേഹിച്ചു പോയത് നിന്നെയല്ലേ? മിത്ര കുടുകുടെ ചിരിച്ചു. ചിരിക്കുമ്പോൾ അവളുടെ തോളും മുടിയിഴകളും ഇളകി തുടങ്ങി. അക്കാര്യത്തിൽ നീ വിഷമിക്കണ്ട. എനിക്കിപ്പോൾ ധൈര്യമുണ്ട്. എന്തിനേയും നേരിടാനുള്ള ഒരാണിൻ്റെ ധൈര്യം, അവൻ പറഞ്ഞു. ഓ, എവിടുന്ന് കിട്ടി നിനക്ക് ഈ ഉത്തേജക മരുന്ന്? അവൾ വീണ്ടും അവനെ പ്രേമപൂർവ്വം നോക്കി. നീ തന്നെ മീതു, നീയാണ് എൻ്റെ ഉത്തേജകം, ഷാനു പറഞ്ഞു. നിന്നെ എനിക്ക് കിട്ടണം, കിട്ടിയേ തീരൂ.
അത് ഞാൻ ധൈര്യവും തൻ്റെ ഇടവുമുള്ള ഒരാണായേ പറ്റൂ. ആയി. മിത്ര അവൻ്റെ ചുണയും ആണത്തവും നിറഞ്ഞ മുഖത്തേക്ക് നോക്കി. അഭിമാനം നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ അവൻ്റെ 2 കൈത്തലവും പിടിച്ചെടുത്തു. അതിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. ഷാ, അവൾ മൃദുവായി വിളിച്ചു. മൃദുവായി ഉമ്മ വെച്ചു. ഈശ്വര, ഈ നിമിഷം അവസാനിക്കാതിരുന്നെങ്കിൽ. ഉടലാകെ പൊട്ടിത്തെറിക്കുന്ന ഒരു ദിവ്യാനുഭൂതിയിലായിരുന്നു അവൻ. അപ്പോഴാണ് പെട്ടെന്ന് ഡോക്ടർ അനിൽരാജൻ കയറി വന്നത്. അദ്ദേഹം കണ്ടു ആ കാഴ്ച. ഷാനു, ഡോക്ടർ വിളിച്ചു. മിത്രയും ഷാനുവും ഒരുപോലെ ഞെട്ടിയകന്നു. വൈകല്യത്തോടെ മിത്ര മുഖം കുനിച്ചു. പക്ഷെ ഷാനുവിന് ഒട്ടും കൂസലുണ്ടായിരുന്നില്ല. അവൻ നേരത്തെ ചിരിയോടെ എഴുന്നേറ്റു. ഷാനു എപ്പോൾ വന്നു? ജസ്റ്റ് അരമണിക്കൂർ മുമ്പ്. ഓക്കെ. ഡോക്ടർ മിത്രയുടെ നേർക്ക് നോക്കി. ഹൗ ആർ യു മിത്ര? അദ്ദേഹം ചോദിച്ചു. ഐ ആം ഫൈൻ ഡോക്ടർ, ബട്ട്. മിത്ര നിർത്തി. എന്താ, പറഞ്ഞോളൂ. കാലുകൾക്കൊരു ബലക്കുറവ് പോലെ. നിൽക്കാൻ ശ്രമിക്കുമ്പോൾ വിറയ്ക്കുന്നു. നിൽക്കാതിരിക്കാനാണ് കാലുകൾ കെട്ടിയിട്ടതെന്ന് ഇപ്പം മനസ്സിലായോ? ഡോക്ടർ ചിരിച്ചു. മിത്രയ്ക്കും ചിരി വന്നു. കുറച്ച് ദിവസത്തിനകം കാലിൻ്റെ ബലക്ഷയവും വിറയലും പോവും. അപ്പോൾ കെട്ടഴിക്കാൻ കേട്ടോ. ഉവ്വ് ഡോക്ടർ, പ്രസരിപ്പോടെ അവൾ പറഞ്ഞു. ഷാനു, കം വിത്ത് മീ. ഷാനുവിനോട് പറഞ്ഞിട്ട് ഡോക്ടർ വാതിൽ തുറന്ന് പുറത്തേക്ക് നീങ്ങി. ഇപ്പോൾ വരാൻ കേട്ടോ. മിത്രയുടെ കൈത്തണ്ടയിൽ പിടിച്ച് മൃദുവായി നുള്ളിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്നിട്ട് ഡോക്ടറെ പിന്തുടർന്നു. വെളിയിൽ വരാന്തയിൽ കാത്തു നിൽക്കുകയായിരുന്നു ഡോക്ടർ. അവനെയും കൂട്ടി വെളിയിലേക്ക് നടന്നുകൊണ്ട് ഡോക്ടർ അനിൽരാജ് പറഞ്ഞു. മിത്ര വളരെ ഫാസ്റ്റായി റിക്കവർ ചെയ്യുന്നുണ്ട് അല്ലേ ഷാനു? അതെ ഡോക്ടർ, വളരെ പെട്ടെന്ന് അവൾ ശരിക്കും നോർമലാവുന്നു. ഷാനുവിന് സന്തോഷമായി. അവൾ നോർമലായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഷാനു ഇങ്ങനെ ദിവസവും വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല, ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ എന്താ ഇങ്ങനെ പറയുന്നത്? എനിക്കതൊരു ബുദ്ധിമുട്ടേ ഇല്ലല്ലോ. ഷാനു നെറ്റി വിളിച്ചു. അല്ലായിരിക്കാം, ഡോക്ടർ സമ്മതിച്ചു. എന്നാലും ഇനി ഷാനു വരണ്ട. ഞാനിനി വരണ്ടേ? ഷാനു ശക്തമായി നടുങ്ങി. ഡോക്ടറുടെ മുഖത്ത് ഗൗരവം അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. അവൻ്റെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. ഡോക്ടർ എന്താ പറഞ്ഞത്? അവൻ ഡോക്ടറുടെ മുമ്പിൽ കയറി നിന്നു. ഞാൻ വരണ്ടെന്നോ? അതെ. എന്താ കാര്യം? എന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? സങ്കടവും ക്ഷോഭവും കൊണ്ട് അവൻ വിറച്ചു. ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടല്ലേ ഞാൻ വന്നത്. ഞാനല്ല നിന്നോട് വരാൻ ആവശ്യപ്പെട്ടത്. വൈഗ IPS ആണ്. അതുകൊണ്ട് അതേ വൈഗ IPS തന്നെ പറഞ്ഞു നിന്റെ സേവനം മതിയെന്ന്. ഷാനുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു നിന്നു. പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് മതിയെന്ന് നിശ്ചയിക്കുന്നത് പോലീസാണോ, ഡോക്ടറല്ലേ? അതെ, ഡോക്ടർ തുറന്നു. മിത്ര രോഗാവസ്ഥയിൽ നിന്നും റിക്കവർ ചെയ്തു കഴിഞ്ഞു. ഇനി ഷാനുവിൻ്റെ ആവശ്യം ഇവിടെയില്ലെന്ന് ഞാനും പറയുന്നു. എൻ്റെ ആവശ്യം ഇവിടെയുണ്ട്. ഇല്ലെന്ന് ആരാ പറഞ്ഞത്? ഷാനുവിന് വെപ്രാളമായി. അവൻ വേഗം മിത്രയുടെ റൂമിന് നേർക്ക് നീങ്ങി. നോ ഷാനു, നോ, നീ അങ്ങോട്ട് ഇപ്പോൾ പോകണ്ട, ഡോക്ടർ കർക്കശമായി പറഞ്ഞു. ഞാൻ പോകണ്ടേ? ഷാനുവിൻ്റെ മുഖത്ത് ശൗര്യം കലർന്ന പകപ്പായി. ഞാൻ പോകും. എനിക്കവളെ കാണണം. അതിന് ഒരാളുടെയും സമ്മതം എനിക്കിനി ആവശ്യമില്ല. ഭ്രാന്തമാരുടെ ഭാവത്തോടെ പറഞ്ഞിട്ടവൻ ഒറ്റക്കുതിപ്പിന് മിത്രയുടെ റൂമിലേക്ക് കയറി. ഹോസ്പിറ്റൽ നടക്കുന്ന ശബ്ദത്തിൽ വാതിൽ വലിച്ചടിച്ച് കുറ്റിയിട്ടു. ഓ മൈ ഗോഡ്! ഡോക്ടർ അനിൽരാജൻ ഷോക്കേറ്റതുപോലെ നിന്നു. അധ്യായം 38. വെളുക്കാൻ തെച്ചത് പാണ്ടായിരിക്കുന്നു. ശരിക്കും ഡോക്ടർ അനിൽരാജൻ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷത്തേക്ക് നിന്നുപോയി. പിന്നെ പെട്ടെന്നോർത്തതുപോലെ അയാൾ ഡോക്ടർ ഹരിലാലിൻ്റെ ഡ്യൂട്ടി റൂമിലേക്ക് ഓടി. സാർ, നമ്മുടെ എല്ലാ പ്ലാനും പാളി. ചെന്നപാടെ അനിൽരാജൻ പറഞ്ഞു. എന്താ അനിൽ, എന്തുണ്ടായി? ഡോക്ടർ ഹരിലാൽ അമ്പരന്നു. ആ ഷാനു മിത്രയുടെ റൂമിൽ കടന്ന് വാതിലടച്ചു. അതിനെന്താ അനിൽ? നമ്മൾ തന്നെയല്ലേ അതിനവനെ നിയോഗിച്ചത് നമ്മൾ തന്നെയാണ്. ഡോക്ടർ അനിൽരാജൻ സമ്മതിച്ചു. പക്ഷെ അവനെ ഇപ്പോൾ ഒഴിവാക്കേണ്ടതും നമ്മൾ തന്നെയാണ് സാർ. അനിൽ കാര്യം പറയും. ഷാനു ആകെ വറീഡാണ്. ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവൻ, അനിൽരാജൻ പറഞ്ഞു. എന്നുവെച്ചാൽ മിത്ര നോർമലായാൽ പോലീസിന് കൈമാറുന്നതിനെക്കുറിച്ച് സാറും വൈകമാടവും തമ്മിൽ സംസാരിച്ച് യാദൃശ്യമായി ഷാനു കേട്ടു. അത് ശരി, മിത്രയെ പോലീസിന് വിട്ടുകൊടുക്കുന്നത് അവന് സഹിക്കാൻ പറ്റില്ല. ഐ സി. സോ നോർമലായി വരുന്ന അവളുടെ ഓർമ്മകളെ തകിടം മറിച്ച് അവളെ പഴയ നിലയിൽ പേഷ്യൻ്റാക്കി തുടരുകാനും അവളെ സ്വന്തമാക്കാനുമാണ് അവൻ്റെ നീക്കം. പക്ഷെ അനിൽ, ആ കുട്ടി പ്രഗ്നൻ്റ് അല്ലേ? അവളോടുള്ള അതിന് കവിഞ്ഞ സ്നേഹത്തിന് മുമ്പിൽ അതൊന്നും ഷാനുവിന് പ്രശ്നമല്ല സർ. അവളിലുള്ള എല്ലാ നെഗറ്റീവുകളും പാടെ അവഗണിക്കും വിധം അവളിലേക്ക് അവൻ അലിഞ്ഞു പോയിരിക്കുന്നു. സത്യത്തിൽ അവനെ അതിന് നമ്മൾ പ്രേരിപ്പിച്ചത് നമ്മളല്ലേ? അല്ലേ സർ? അല്ലേ? യെസ് സർ, നമ്മളാണ്.
ആക്ട് ചെയ്യാനോ നമ്മൾ ആവശ്യപ്പെട്ടുള്ളൂ. പക്ഷേ ഷാനുവിൻ്റെ അപ്പൊക്കമാർന്ന മനസ്സിലാക്കുന്നതിൽ എനിക്ക് പിഴവ് പറ്റിപ്പോയി സർ. അനിൽ തുറന്നു. അവൻ്റെ ഇപ്പോഴത്തെ മെൻറ്റാലിറ്റി ആദ്യം തിരിച്ചറിഞ്ഞത് വൈഗ മേഡാണ്. അതുകൊണ്ട് തന്നെ അവനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞതും മേഡം തന്നെയാണ്. അപ്പം ഞാൻ പ്രതിഷേധിച്ചു. പക്ഷെ സാർ, പിന്നീട് ഇപ്പോൾ ഷാനുവിനെ ഞാൻ നിരീക്ഷിച്ചപ്പോൾ മേഡം പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി. അവൻ ഉച്ചിയിൽ വെച്ച കൈകൊണ്ട് തന്നെ ഉദകക്രിയയ്ക്ക് ശ്രമിക്കുകയായി. ഡോക്ടർ ഹരിലാൽ ആലോചനയോടെ ചോദിച്ചു. അതെ സർ, അനിൽ രാജൻ തുടർന്നു. അതുകൊണ്ട് അവനെ ഇനി ഒഴിവാക്കേണ്ടത് നമ്മുടെയും ആവശ്യമാണ്. അല്ലെങ്കിൽ മിത്രയെ നമുക്ക് രക്ഷിക്കാനാവില്ല. അതുകൊണ്ട് നീ ഇനി വരേണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതാണ് പ്രശ്നമായത്. അവനിങ്ങനെ പെട്ടെന്ന് അകത്ത് കയറി വാതിലടയ്ക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചല്ല. അനിൽ അവനെ വിളിച്ചില്ലേ? വാതിൽ തട്ടി ഉറക്കെയുള്ള വിളി അപകടം ചെയ്യുമെന്ന് എനിക്ക് തോന്നി സർ. അനിൽ രാജൻ തുറന്നു. മറ്റുള്ളവർ ശ്രദ്ധിക്കുകയോ ആളുകൾ കൂടുകയോ ചെയ്താൽ അതും പ്രശ്നമല്ലേ? അതെ, മിത്രയെ സംബന്ധിച്ച് നമ്മൾ ഇതുവരെ രഹസ്യമാക്കി വെച്ചതെല്ലാം അതോടെ പരസ്യമാകുമല്ലേ? അതെ സർ, ആരും അറിയാതെ തന്നെ ഈ പ്രശ്നം സോൾവ് ചെയ്യണം. ഷാനുവിനെ ഒഴിവാക്കണം. ഡോക്ടർ ഹരിലാലിൻ്റെ നെറ്റി നല്ലവണ്ണം ചുളിഞ്ഞു. എന്താണ് ഒരു വഴി? നമുക്കെന്തായാലും അങ്ങോട്ട് പോകാം. ഒന്ന് ട്രൈ ചെയ്യാം അനിൽ, ഡോക്ടർ ഹരിലാൽ പറഞ്ഞു. ശരി. ഇരുവരും മിത്രയുടെ റൂമിന് മുമ്പിലേക്ക് ചെന്നു. അടഞ്ഞുകിടന്ന വാതിലിൽ തട്ടി. ഷാനു, വാതിൽ തുറക്ക്, ഡോക്ടർ ഹരിലാൽ തെല്ലുറക്കെ പറഞ്ഞു. ഷാനു മിത്രയോട് ചേർന്ന് അവളുടെ ബെഡിൽ കയറി ഇരിക്കുകയായിരുന്നു. ഷാ, ആരോ വന്നിട്ടുണ്ട്. നീ എന്തിനാ വാതിലടച്ച് കുറ്റിയിട്ടത്? തുറക്ക്, മിത്ര പറഞ്ഞു. ചിലപ്പോൾ ഇച്ചേച്ചിയായിരിക്കും. നീ വാതിൽ തുറക്ക്. ഷാനുവിന് ശബ്ദമില്ല, അനക്കമില്ല. അവൻ്റെ വലതു കൈക്കുള്ളിലായിരുന്നു മിത്രയുടെ കരം. അവൻ വല്ലാതെ കിതയ്ക്കുന്നതും വിറയ്ക്കുന്നതും അവൾ അറിഞ്ഞു. അവൻ എണീറ്റില്ല, വാതിൽ തുറന്നതുമില്ല. ഡോക്ടർ ഹരിലാല് ഡോക്ടർ അനിൽ രാജനെ നോക്കി അർദ്ധഗർഭമായി പറഞ്ഞു. അവൻ തുറക്കില്ല അനിൽ. നമ്മുടെ വാതിക്കൽ നിന്നും കൂടുതൽ ശബ്ദമുയർത്തുന്ന ബുദ്ധിയല്ല. ഒരു വഴിയുണ്ട് സാർ, അനിൽ രാജൻ ആലോചനയോടെ പറഞ്ഞു. എന്താ? അവൻ്റെ മൊബൈലിൽ വിളിച്ച് കാര്യം പറയാം. ശരി. അനിൽ രാജൻ തൻ്റെ മൊബൈലിൽ ഷാനുവിൻ്റെ നമ്പർ എടുത്ത് അകത്ത് ബെല്ലടിക്കുന്ന ശബ്ദം. ഷാ, നീ എന്താ മൊബൈൽ എടുക്കാത്തത്? സ്തംഭം പോലെ ഷാനു ഇരിക്കുന്നത് കണ്ട് മിത്ര അമ്പരന്നു. നിനക്കിത് എന്തു പറ്റി? ഷാനു മിണ്ടിയില്ല. എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു ഭ്രാന്താവസ്ഥയിലാണ് അവൻ. വീണ്ടും മൊബൈൽ വെൽ. ഒടുവിലവൻ കോൾ അറ്റൻഡ് ചെയ്തു. യെസ്. ഡോക്ടർ അനിൽ രാജനോട് അത്യന്തം ഗൗരവത്തിലായിരുന്നു അവൻ പറയുന്നത്. പറയണം ഡോക്ടർ, നീ എന്താ ഷാനു വാതിൽ തുറക്കാത്തത്? ഡോക്ടർ അനിൽ രാജനും ഗൗരവത്തിലായിരുന്നു. ഞാൻ തുറക്കില്ല, ഷാനു ആവർത്തിച്ചു. നീ തുറന്നില്ലെങ്കിൽ ഞങ്ങൾക്കത് ബലമായി തുറക്കേണ്ടി വരും. അല്ല, കാര്യം പറഞ്ഞതാണ്. ഡോക്ടർ തുറന്നു. 2 മിനിറ്റിനുള്ളിൽ നീ ഡോറ് തുറന്ന് പുറത്തു വന്നില്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കേണ്ടി വരും. ചുമ്മാ വിളിക്കണം ഡോക്ടർ, ഷാനു പരിഹസിച്ചു. വൈഗ IPS പോലീസിനെ എനിക്ക് പേടിയില്ല. പോലീസ് വന്നാൽ പക്ഷെ കൊണ്ടുപോകുന്നത് നിന്നെ ആവില്ല, പിന്നെ ക്രിമിനൽ കുറ്റവാളിയായ മിത്രയായിരിക്കും. വേണോ അത്? ഷാനുവിനും തോന്നി നെഞ്ചിന് കുറുകെ വെട്ടേറ്റുവെന്ന്. മിത്രയെ പോലീസ് കൊണ്ടുപോകുമെന്ന്. അവൻ്റെ കൈകൾ തളർന്നു, കാലുകൾ തളർന്നു. അവൻ്റെ സംസാരം കേട്ട് അമ്പരന്നിരിക്കുകയായിരുന്നു മിത്ര. അവളുടെ കയ്യിൽ നിന്നും പിടിപെട്ട് ഷാനു എഴുന്നേറ്റു. മെല്ലെ വാതിൽക്കലേക്ക് നീങ്ങി. വാതിൽ തുറന്ന് പുറത്തു വന്നു. തീർത്തും പരാജിതൻ്റെ കീഴടങ്ങൽ. നീ എന്താ ഞങ്ങളെ പണിയെടുപ്പിക്കാൻ നോക്കുകയാണോ? ഡോക്ടർ ഹരിലാൽ ദേഷ്യപ്പെട്ടു. ദീനമായിരുന്നു ഷാനുവിൻ്റെ മുഖം. മേലാൽ ഇത്തരം കളിക്ക് മുതിർന്ന മുന്നറിയിപ്പുണ്ടായിരിക്കില്ല. പോലീസ് വന്നിരിക്കും. ഷാനുവിൻ്റെ മുഖം ചുവക്കുന്നത് ഡോക്ടർ അനിൽരാജൻ ശ്രദ്ധിച്ചു. സർ, അനിൽരാജൻ ഡോക്ടർ ഹരിലാലിനോട് പറഞ്ഞു പതിയെ, ഈ കേസ് ഞാൻ ഡീൽ ചെയ്തോളാം. സർ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുള്ള ഒരു ക്രിസ്റ്റൽ ഡോളാണ് ഈ പയ്യൻ. ഓക്കെ, യു ക്യാരി ഓൺ, ഡോക്ടർ ഹരിലാൽ പറഞ്ഞു. അദ്ദേഹം മെല്ലെ പിന്മാറിയപ്പോൾ ഡോക്ടർ അനിൽരാജൻ ഷാനുവിൻ്റെ തോളിൽ സ്നേഹത്തോടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഷാനു, നീ എന്ത് ബുദ്ധിമോശമാണ് ചെയ്തത്? ഒരു സീൻ ക്രിയേറ്റ് ചെയ്താൽ അതിനെ നേരിടാൻ ഈ ഹോസ്പിറ്റലിലുള്ളവർ എന്ത് വഴിയും സ്വീകരിക്കുമെന്ന് നിനക്കറിയില്ലേ? മൗനമായിരുന്നു ഷാനുവിന്. ആ മൗനത്തിൽ പോലും ഒരുപാട് ഗൗരവമുണ്ടായിരുന്നു. നീ ഇപ്പം മിത്രയെ പൊതിഞ്ഞു പിടിച്ച് ഇതിനുള്ളിലിരിക്കുന്നതല്ല ബുദ്ധി. മിത്ര നോർമലായി കഴിഞ്ഞാൽ പോലീസിൻ്റെ കയ്യിൽ എങ്ങനെ അകപ്പെടാതിരിക്കാം, അതിനുള്ള വഴി ആലോചിക്കും. ഷാനുവിൻ്റെ നെറ്റിയിൽ വരകൾ വീണു, ചിന്തയുടെ വരകൾ. ഡോക്ടർ അനിൽരാജൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. ഹോസ്പിറ്റലിലെ റൗണ്ട്സ് കഴിഞ്ഞ് സീനിയർ ഡോക്ടേഴ്സും പ്രൊഫസർമാരും പോയി കഴിഞ്ഞപ്പോൾ പുറത്തെ വരാന്തയിലേക്ക് വരികയായിരുന്നു ഡോക്ടർ രശ്മി.
നേരെ മുമ്പിൽ നിൽക്കുന്നു വിടർന്ന ചിരിയോടെ സാജൻ. സാജൻ എന്താ ഇവിടെ? രശ്മി ചോദിച്ചു. രശ്മി ഒന്ന് കാണാൻ വേണ്ടി തന്നെ വന്നതാണ്, സാജൻ പറഞ്ഞു. എന്താ വിശേഷം? അത് ഇവിടുന്ന് തന്നെ പറയണോ? സാജൻ തെല്ല് പരുങ്ങി. പിന്നല്ലാതെ, രശ്മി അമ്പരന്നു. നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോയാലോ? ഒരു ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കാം, അവൻ പറഞ്ഞു. ഓക്കെ. രശ്മിയും സമ്മതിച്ചു. ഇരുവരും ക്യാൻറ്റീനിലെത്തി. ചായക്ക് പറഞ്ഞു. ഒരു ടേബിളിൻ്റെ ഓപ്പോസിറ്റായുള്ള കസേരകളിൽ രശ്മി ഇരുന്നു. രശ്മി ശ്രദ്ധിച്ചു സാജൻ്റെ പ്രണയം നിറഞ്ഞ മിഴികൾ. അവൾക്ക് തമാശ നിറഞ്ഞ കൗതുകമായിരുന്നു. രശ്മിയുടെ അമ്മ രശ്മിയുടെ വിവാഹത്തിന് തിരക്ക് കൂട്ടുകയാണല്ലേ? സാജൻ ടവലെടുത്ത് മുഖത്തും കഴുത്തിലും പൊടിയുന്ന വിയർപ്പൊപ്പിക്കൊണ്ട് ചോദിച്ചു. അതെ, അവൾ സമ്മതിച്ചു. അച്ഛൻ്റെ പെട്ടെന്നുള്ള വേർപാട് അമ്മയെ ശരിക്കും ദുർബലയാക്കിയിരിക്കുകയാണ്. ആണൊരാളില്ലാത്ത വീടല്ലേ? എൻ്റെ വിവാഹം ഉടനെ നടത്തണം. മരുമകന് പകരം അമ്മയ്ക്കൊരു മകനെ കിട്ടണം. അങ്ങനെയാണ് അമ്മ പറയുന്നത്. എൻ്റെ വിവാഹം നടത്താൻ എൻ്റെ അമ്മയും വല്ലാണ്ട് ധൃതി വയ്ക്കുന്നു, സാജൻ പറഞ്ഞു. ഇനി സാജൻ്റെ അച്ഛൻ്റെയും അമ്മയും വിവാഹത്തിന് ധൃതി വെച്ചിട്ട് എന്ത് കാര്യം? ഉള്ളിലൂറിയ ചിരി മറച്ച് രശ്മി ചോദിച്ചു. നിങ്ങളെ കണ്ടുവച്ച പെണ്ണിപ്പോൾ മറ്റൊരുത്തൻ്റെ ഭാര്യയല്ലേ? വൈകിയോ? അവളുടെ വിവാഹം ഞാനിപ്പോൾ അത്ര കാര്യമാക്കുന്നില്ല രശ്മി. ഞാൻ ആ അധ്യായം മറക്കാൻ ശ്രമിക്കുകയാണ്, സാജൻ ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞു. സ്നേഹത്തിൻ്റെ ആഴം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ? അതോ കിട്ടാത്ത മുന്തിരിക്കും പുളിയുണ്ടെന്നാണോ? അവൾ ചിരിച്ചു. ആ പരിഹാസം സാജനെ കൊണ്ടു. അവൻ്റെ മുഖത്ത് ദീനത പരന്നു. രശ്മി കളിയാക്കിയതാണല്ലേ? ഹേ, അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ചാ. അവൾ ചിരിയൊതുക്കി. എനിക്ക് വൈകിയെ ഇഷ്ടമായിരുന്നു രശ്മി. വിവാഹത്തിന് സമ്മതവുമായിരുന്നു. അവൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ വാശി തോന്നിയതുമാണ്, സാജൻ തുടർന്നു. എന്ന് കരുതി അവളെ കിട്ടിയില്ലെങ്കിൽ ജീവിതം തീർന്നു എന്നൊന്നും അന്ന് തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നിയിട്ടുമില്ല. അത് ശരി. ഇപ്പോൾ അച്ഛനും അമ്മയും എനിക്കായി വേറെ പെൺകുട്ടികളെ അന്വേഷിക്കുകയാണ്, അവൻ പറഞ്ഞു. അപ്പോൾ വിവാഹം തീർച്ചയാക്കിയല്ലേ? എന്നെ വിവാഹത്തിന് ക്ഷണിക്കാൻ വന്നതാണോ സാജൻ? അവൾ തെല്ലു വിടർന്ന ചിരിയോടെ ചോദിച്ചു. സാജൻ വിഷണ്ണനായി അവളെ നോക്കിയിരുന്നു. എടാ, പെണ്ണിൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറി സ്ഥാനമുറപ്പിക്കാൻ ആണിനൊരു കഴിവ് വേണം. അതില്ലായിട്ടാണ് വൈക നിന്നെ തട്ടിയെറിഞ്ഞത്. അതേ സ്വഭാവമായി നിന്നാൽ രശ്മിയെയും വേറെ ആമ്പിള്ളേർ കൊണ്ടുപോകും. സതിയാൻറ്റി പറഞ്ഞതവൻ ഓർത്തു. എന്നിട്ടും ഇവിടെ ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല, ഇടിച്ചു കയറുക തന്നെ വേണം. സാജൻ പെട്ടെന്ന് ഉഷാറായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ രശ്മിയോട് മാത്രമായിട്ട് ഒരു കാര്യം പറയാൻ വന്നതാണ്. എന്താ? അച്ഛനും അമ്മയും കാണുന്ന ഒരു പെണ്ണിനെയും എനിക്ക് വേണ്ട. പിന്നെ എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന, എൻ്റെ പ്ലസ്സുകളെ അംഗീകരിക്കുകയും മൈനസുകളെ അപഹസിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ്. അവൾ മതി എനിക്ക്. അങ്ങനെ ആരുണ്ട്? സാജൻ കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ട്. സാജൻ ധൈര്യത്തോടെ രശ്മിയുടെ നേർക്ക് വിരൽ ചൂണ്ടി. രശ്മിക്ക് എന്നെ പൂർണ്ണമായും മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്നില്ലേ? അതുകൊണ്ട് രശ്മിയെ ഞാനും ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട്. രശ്മിക്ക് സമ്മതമാണെങ്കിൽ വിവാഹം കഴിച്ച് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, സാജൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. സാജൻ വന്നതും ഇത് പറയാനാണെന്ന് രശ്മിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അവൻ അത് മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ രശ്മി പരുങ്ങി, പതറുകയും ചെയ്തു. എന്ത് മറുപടി പറയും? മുമ്പിലെത്തിയിരുന്ന ആവി പറക്കുന്ന ചായ ഒറ്റ വലിക്ക് കുടിച്ചിട്ട് കപ്പ് ടേബിളിലേക്ക് വെച്ച് ടവലെടുത്ത് ചുണ്ട് തുടച്ചുകൊണ്ട് സാജൻ എഴുന്നേറ്റു. ധൃതിയില്ല രശ്മി, ഞാനൊരു ബിസിനസ്സുകാരനാണ്, രശ്മി ഒരു ഡോക്ടറും. നമ്മൾ തമ്മിൽ ചേരുകയില്ല എന്ന് രശ്മിക്ക് തോന്നിയ തുറന്നു പറഞ്ഞു. ഞാൻ പിന്മാറിക്കൊള്ളാം. അതല്ല സമ്മതമാണെങ്കിൽ എൻ്റെ ഫോണിൽ വിളിച്ചൊരു ആൻസർ പറയുക. ആലോചിച്ച് പറഞ്ഞാൽ മതി. രശ്മിയുടെ ഇഷ്ടത്തിന് വിടുന്നു. രശ്മി അതേപടിയിരുന്നു. യുദ്ധം ചെയ്യാൻ ആയുധമില്ലാത്തതുപോലെ സാജൻ വേഗം നടന്നു, തിരിഞ്ഞു നോക്കാതെ, അതിനുള്ള ധൈര്യമില്ലാതെ. വൈകേച്ചി, ഹോസ്പിറ്റൽ റൂമിൽ കിടക്കുന്ന വൈകിയെ അത്യുത്കണ്ഠയോടെ കല്യാണി വിളിച്ചു. എന്താ എൻ്റെ ഏടത്തിയമ്മയ്ക്ക് പറ്റിയത്? ഇത്ര ദൂരെ ഇരുന്ന് എനിക്ക് വന്നൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. കല്യാണിയുടെ സ്വരത്തിൽ സങ്കടം ഉണ്ടായിരുന്നു. അരികിലിരിക്കുന്ന കാർത്തികനെ ഒന്ന് നോക്കിയിട്ട് വൈക പറഞ്ഞു, നീ അവിടെ നിന്ന് ഓടി വരാനും മാത്രം പരിക്കൊന്നും എനിക്കില്ല കല്ലു. വൈക പറഞ്ഞു. പരിക്കൊന്നും ഇല്ലെന്നോ? കാർത്തിക പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും മൊബൈൽ പിടിച്ചു വാങ്ങി. തലയിൽ ബട്ടത്തിൽ ബാൻഡേജ്. ഇടതു കൈ ഓപ്പറേഷൻ ചെയ്തത് അനക്കാൻ പറ്റാത്ത വിധം ബാൻഡേജ് ചെയ്ത് വെച്ചിരിക്കുന്നു. കല്യാണിക്ക്
സങ്കടം ഇരട്ടിക്കാൻ വേണ്ടി കാർത്തിക് മനഃപൂർവ്വം പറഞ്ഞു. ഒക്കെ നീ കാരണ. ഞാനോ? ഇവിടെ ഇരുന്ന് ഞാനെന്ത് ചെയ്തു? നീ എന്ത് ചെയ്തെന്നോ? നീ വൈകിയെ ഫോണിൽ വിളിച്ചില്ലേ? അവളപ്പോൾ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. വണ്ടി വഴി സൈഡിൽ ചേർത്ത് നിർത്തിയിട്ടാണ് നിന്നോട് സംസാരിച്ചത്. അങ്ങനെ വണ്ടി നിർത്തിയിട്ടത് കൊണ്ടാണ് അക്രമി വന്നിടിച്ചത്, കാർത്തിക് പറഞ്ഞു. വെറുതെ കുട്ടിയെ പേടിപ്പിക്കാതെ. വൈക തൻ്റെ മൊബൈല് കാർത്തികിൽ നിന്നും തിരിച്ചു വാങ്ങി. നിന്റെ ഏട്ടൻ നിന്നെ പിരിയേറ്റം പറഞ്ഞതാണ് മോളെ. വൈക അവൾ വേദനിക്കാതിരിക്കാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോളിങ് വരുമ്പോൾ കാണാം. ഞാൻ പറഞ്ഞതാ സത്യം. എനിക്ക് കാര്യമായി പരിക്കൊന്നുമില്ല. ഏട്ടത്തേക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടും അച്ഛനും അമ്മയും അവിടെ വന്നില്ലേ? കല്യാണി ചോദിച്ചു. അതൊന്നും സാരമില്ല മോളെ. ഞാൻ അച്ഛനെ വിളിച്ചു ചോദിച്ചു. കൊഞ്ചി പറഞ്ഞു. ഒട്ടും അലിവില്ല അച്ഛന്. വാശിയാണ്, വാശി. എനിക്ക് സങ്കടമില്ല മോളെ, വൈക്ക പറഞ്ഞു. കോള് കട്ടാക്കി. അതേ നിമിഷത്തിൽ ഷാനു പ്രസാദ് അകത്തേക്ക് കയറി വന്നു. അവൻ്റെ കണ്ണുകൾ രക്തം പോലെ ചുവന്നിരുന്നു. മുഖം വിജൃംഭിച്ചിരുന്നു. ഞാനിനി മീത്തുവിൻ്റെ റൂമിൽ കയറരുതെന്ന് നിങ്ങൾ വിലക്കിയോ? ശോഭം കൊണ്ട് ശ്വാസം മുട്ടുന്നത് പോലെ ഷാനു ചോദിച്ചു. എന്താ ഷാനു? വൈക തിരിച്ചു ചോദിച്ചു. മിണ്ടരുത് നിങ്ങൾ. സ്ഥലകാല ബോധം മറന്ന് ഷാനു വിരൽ ചൂണ്ടി. മിത്രയുടെ അടുത്തേക്ക് നിങ്ങൾ എന്നെ ക്ഷണിച്ചു, എന്നിട്ടല്ലേ ഞാൻ വന്നത്? അതെ, അശോഭയായിരുന്നു വൈക. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എനിക്ക് മനസ്സില്ല. ഷാനുവിന് കലിയായിരുന്നു. നിന്നെ ഇനി ആ ഹോസ്പിറ്റലിലെ പടി ഞാൻ കടത്തത്തില്ല. വൈകിയും വിട്ടുകൊടുത്തു. എടി, ഷാനു പരിസരം മറന്നു, തന്നെ മറന്നു. വൈകിക്ക് നേരെ ഒരു കുതിപ്പായിരുന്നു അവൻ. അധ്യായം 39. ഹോസ്പിറ്റലിൻ്റെ പടി കടത്തത്തില്ലെന്നോ? അത് പറയാൻ നീ ആര്? ഷാനു വൈകിയുടെ ഇരുത്തോളിലും അമർത്തിപ്പിടിച്ചു ഒലിച്ചു. മീതുവിനെ ഞാൻ കാണും, ഇനിയും കാണും. തടയാൻ നീ ആര്? പറയാൻ. തോളുലഞ്ഞപ്പോൾ ഇടത് കൈയിലെ മുറിവിലുണ്ടായിരുന്ന വേദന കടിച്ചമർത്താൻ വൈക നന്നെ പണിപ്പെട്ടു. വൈകിയുടെ മിഴികളുടെ നൊമ്പരം പ്രതിഫലിച്ചപ്പോൾ കാർത്തികിൻ്റെ ഉള്ളുപൊള്ളി. വിടടാവളെ, മാറി നിൽക്കടാ. അവൻ ഷാനുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഷർട്ടിൻ്റെ കോളറിൽ കൂട്ടിപ്പിടിച്ച് ഷാനുവിനെ അവൻ വലിച്ചു നീട്ടി. തെമ്മാടിത്തരം കാണിക്കണം. കാർത്തിക് വേണ്ട, വൈക വിലക്കി. എന്നെ വിടടാ. ഷാനു കാർത്തികിന് നേർക്ക് കയർത്തു. പിടുത്തം പിടിവിക്കാൻ കുതിരി. ഇതിനുള്ളിൽ കയറി വന്ന് ഇവളെ ആക്രമിച്ച നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കാർത്തിക് ഷാനുവിൻ്റെ പുറം കഴുത്തിന് പിടിച്ച് ബലമായി നടത്തി. കാർത്തിക് വേണ്ട പ്ലീസ്. വൈക എഴുന്നേറ്റ് തടയാൻ ശ്രമിച്ചു. ഇവനെ ഇന്ന് ഞാൻ. കാർത്തിക് അവനെ വിട്ടില്ല. വിടാതെ തന്നെ വാതിൽ പാളി തുറക്കാൻ ശ്രമിച്ചു. കാർത്തിക്, വൈക താക്കിയതുപോലെ വിളിച്ചു. പിന്നെ ബെഡിൽ നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു. അവനെ വിട്. ഇത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നമാണ്. ഞാനൊരു പോലീസ് ഓഫീസറാണ്. ഐ ക്യാൻ മാനേജ് ഇറ്റ്. അവൾ ഗൗരവത്തിലായിരുന്നു. കയ്യിലെ മുറിവ് വകവയ്ക്കാതെ അവൾ ഷാനുവിനെ പിടിച്ചു. അവളുടെ മുഖഭാവം കണ്ട് കാർത്തിക് അവനിൽ നിന്നും പിടിവിട്ടു. വൈകിയുടെ ഇടത് കരത്തിലാണ് മുറിവും സ്റ്റിച്ചും വേദനയും. വലതുകരം കൊണ്ട് അവൾ ഷാനുവിൻ്റെ കോളറിൽ പിടിമുറുക്കി. കാർത്തിക് അപ്പോഴും വാതിൽ തുറന്നു പിടിച്ചു. ഷാനുവിനെയും കൊണ്ട് അവൾ പുറത്തു കിടന്നു. കാർത്തിക് വല്ലാതെ അമ്പരന്നു. വരാന്തയിലൂടെ വൈക മുമ്പോട്ട് നീങ്ങുന്നു. വിട്, എന്നെ വിടാൻ പറഞ്ഞില്ലേ? വൈകിയുടെ പിടിവിട്ട് പോകാൻ ഷാനു കുതിറിപ്പടയുന്നു. അവൻ്റെ ബലം പിടുത്തം വൈകിയുടെ അവസ്ഥയ്ക്ക് ദോഷം ചെയ്യും. കാർത്തിക് പിന്നാലെ ചെന്നു. വൈക അവനെങ്ങ് വിട്ടുതാ. അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നോ പ്ലീസ്. വൈകിയുടെ മുഖത്തും ശരിക്കും ഒരു പോലീസ് ഓഫീസറുടെ ഭാവം കൈവന്നു. പോലീസിൻ്റെ ശക്തിയും ഊർജവും അവൾ കൈകൊണ്ടു. കാർത്തിക് ശ്രദ്ധിച്ചു. ഷാനുവിനെ പിടിയിലൊതുക്കി വയ്യാത്ത അവസ്ഥയിലും ഒറ്റ കൈ കൊണ്ട് അവൾ വലിച്ചു കൊണ്ടുപോവുകയാണ്. പേവാർഡിന് മുമ്പിലാണ് അവൾ ഷാനുവിനെ എത്തിച്ചത്. അവിടെ അവളുടെ കാറുണ്ടായിരുന്നു. അതിലേക്ക് അവനെ ബലമായി കയറ്റിയിരുത്തി. പിന്നെ അവൾ തന്നെ ഡ്രൈവ് ചെയ്തു. ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ അവളുടെ കയ്യിലെ മുറിവും സ്റ്റിച്ചും വിങ്ങി. വൈക അത് ശ്രദ്ധിച്ചതേയില്ല. SP ഓഫീസിൻ്റെ മുമ്പിലെത്തി കാർ നിൽക്കുമ്പോഴേക്കും മുറിവിൽ നിന്നും സ്റ്റിച്ചിലൂടെയും ചോര ബാൻഡേജിന് മുകളിലെത്തിയിരുന്നു. ഷാനുവിനെയും കൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ പൊട്ടി വീണതുപോലെ വൈകിയുടെ മുമ്പിൽ CI ഗോപകുമാർ. ഇവൻ്റെ കാര്യം ഞാൻ ഏറ്റു മേഡം, ഗോപകുമാർ പറഞ്ഞു. വാടാ. ഡോർ തുറന്ന് ഗോപകുമാർ അവനെ പിടിച്ചു കഴിഞ്ഞു. ഗോപൻ ഇവിടെ ഉണ്ടായിരുന്നോ? വൈക ചോദിച്ചു. കാർത്തിക് സാർ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ വന്ന് വെയിറ്റ് ചെയ്തിരുന്നതാണ് മേഡം. കാർത്തികിൻ്റെ ഉത്കണ്ഠ വൈകിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ മേഡം ഇവനെയും കൊണ്ട് വരേണ്ടിയിരുന്നില്ല. ഞാൻ വന്നു കൊണ്ടുപോരുമായിരുന്നില്ലേ? ഇവൻ ഒരു ക്രിമിനലൊന്നും അല്ലല്ലോ ഗോപൻ. വൈക ചിരിക്കാൻ ശ്രമിച്ചു. ട്രീറ്റ്മെൻറ്റിലായിരുന്ന പോലീസ് ഓഫീസറെ മെഡിക്കൽ കോളേജിലെ റൂമിൽ കയറി ചെന്ന് കയ്യേറ്റം ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമല്ല മേഡം.
വൈഗ ചിരിക്കാൻ ശ്രമിച്ചു. ശരി മാഡം, ഞാൻ പിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്, CI പറഞ്ഞു. നോ ഗോപൻ, എൻ്റെ റൂമിലേക്ക് കൊണ്ടുവരൂ, വൈഗ പറഞ്ഞു. മാഡം മുകളിലേക്ക് വരികയാണോ, CI ചോദിച്ചു. വേണ്ട മാഡം, കാർത്തിക് സാർ ആകെ വറീഡാണ്. സാരമില്ല, വൈഗ ദൃഢമായി പറഞ്ഞു. ഷാനുവിനെ എൻ്റെ റൂമിലെത്തിക്കും. വൈഗ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി കഴിഞ്ഞു. അശോഭനായിരുന്നു ഷാനു. അവനെയും കുട്ടി CI പിന്നാലെ ചെന്നു. എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്, വൈഗയുടെ ഓഫീസ് റൂമിലേക്ക് കയറിയപ്പോൾ അതേ അശോഭ്യത്തോടെ ചോദിച്ചു ഷാനു. എനിക്ക് പോകേണ്ടത് മീഥുവിൻ്റെ റൂമിലാണ്. നീ അങ്ങ് ഓവർ ഷൈൻ ചെയ്യല്ലേ, വൈഗ ശോഭിച്ചു. നിന്നെ അവളുടെ റൂമിൽ കയറ്റിയതും അവളുടെ കണ്ടീഷൻ നോർമലാക്കാനാണ്. അതെ, ഞാനത് ചെയ്തു, എനിക്കതിന് കഴിഞ്ഞു. ഷാനുവിൻ്റെ സ്വരം ദൃഢമായി. ഐ അഗ്രീഡ്, വൈഗ പറഞ്ഞു. പക്ഷെ ഇനി നിന്നെ അവിടെ നിർത്തിയാലേ നോർമലായ അവളുടെ ചിന്തകളെ നീ വിഷം കയറ്റി വികലമാക്കും. കഴിഞ്ഞ ദിവസം നീ അതിന് ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. അതാ ഞാൻ നിന്നെ വിലക്കിയത്. ഷാനു ഇത്തവണ പതറിപ്പോയി. വൈഗ വേഗം മൊബൈലിൽ പ്രസാദ പത്തനാടൻ്റെ നമ്പർ എടുത്തു. ഹലോ, പത്തനാടൻ ഹിയർ. വൈഗയുടെ നമ്പർ കണ്ടതിൻ്റെ ഈർഷ്യയോടെ പ്രസാദ പത്തനാടൻ കോൾ അറ്റൻഡ് ചെയ്യും. എന്തു വേണം? എനിക്കൊന്നും വേണ്ടടോ, വൈഗ ഗൗരവത്തിൽ പറഞ്ഞു. തൻ്റെ മകനിപ്പോൾ എൻ്റെ ഓഫീസിലുണ്ട്. തനിക്ക് വേണമെങ്കിൽ വന്ന് കൊണ്ടുപോകാം. കോള് കട്ടായി. പ്രസാദ പത്തനാടൻ്റെ ടൊയോട്ടോ ഇന്നോവ 20 മിനിറ്റുള്ളിൽ കലക്ട്രേറ്റിന് മുമ്പിൽ പാഞ്ഞെത്തി. വെപ്രാളത്തോടെ അയാൾ വൈഗയുടെ ഓഫീസ് റൂമിലെത്തി. അവിടെ ഒരു കസേരയിൽ അശോഭ്യനായി ഇരിക്കുകയായിരുന്നു ഷാനു. മോനെ, എന്നതാടാ ഇത്? നീ എന്നാ ചെയ്തിട്ടാണ് ഇവരിവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഓടിച്ചെന്ന് അയാൾ മകനെ കെട്ടിപ്പിടിച്ചു. മിസ്റ്റർ പത്തനാടൻ, വൈഗ വിളിച്ചു. അപ്പോഴാണ് പത്തനാടൻ വൈഗയുടെ കയ്യിലെ ബാൻഡേജും ചോരയും കണ്ടത്. എൻ്റെ മോൻ മാഡത്തിനെ ഉപദ്രവിച്ചോ? അയാൾക്ക് ഭീതിയായി. നിങ്ങളുടെ മോൻ എന്നെ ഉപദ്രവിച്ചില്ല. അവനെ ഇവിടെ ആരും പിടിച്ചു വെച്ചതുമില്ല. വേഗം കൊണ്ടുപോകാൻ നോക്ക്. എന്നതാ മാഡം ഉണ്ടായേ? അത് മകനോട് ചോദിക്കേ. എന്നതാടാ മോനെ? നീയേലും കാര്യം പറയും. അയാൾ മകൻ്റെ നേരെ തിരിഞ്ഞു. ചോദ്യം ഉത്തരമൊക്കെ വീട്ടിൽ ചെന്നിട്ട്. അതുവരെ മിണ്ടാതെ നിന്നിരുന്ന CI ഗോപകുമാർ പറഞ്ഞു. ഇവിടുന്ന് വേഗം പോകാൻ നോക്ക്. ഷാനുവിൻ്റെ പേരിൽ കേസൊന്നും ഇല്ലെന്നും അവൻ്റെ ദേഹത്ത് പരിക്കുകളൊന്നും ഇല്ലെന്നും കണ്ടതോടെ പ്രസാദ് പത്തനാടന് ആശ്വാസമായി. വാ മക്കളെ, അയാൾ മകൻ്റെ കയ്യിൽ പിടിച്ച് നടന്നു കഴിഞ്ഞിരുന്നു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത അധ്യായമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. നല്ല മഴയായതുകൊണ്ട് തന്നെ റെക്കോർഡിങ്ങിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. മഴയുടെ ശബ്ദം വല്ലാതെ നമ്മുടെ റെക്കോർഡിങ്ങിലേക്ക് കയറി വന്നിട്ടുണ്ട്. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.